ഹായ് ഓൾ, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോൺ ഡണ്ണിൻ്റെ പോമായിട്ടുള്ള വാലഡിക്ഷൻ ഫോർബിഡൻ മോർണിംഗ് എന്ന് പറയുന്ന വർക്കിനെ കുറിച്ചിട്ടാണ്. ജോൺ ഡൺ എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് മെറ്റാഫിസിക്കൽ പോയറ്റാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്ച്വൽ സ്റ്റൈല്, കോംപ്ലക്സ് ഇമാജിനറി, ഡീപ്പ് ഇമോഷണൽ ഇൻറ്റൻസിറ്റി കാരണം അദ്ദേഹം ഫേമസ് ആയത്. അതുപോലെ തന്നെ ഡൗൺസിൻ്റെ പോയട്രിയിൽ അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നത് റിലീജിയൻ, ലവ്, ഫിലോസഫി, അതുപോലെ ഹ്യൂമൻ എക്സ്പീരിയൻസസ് അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പോയട്രിയിൽ കൂടുതലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മെയിൻ വർക്ക്സ് എന്ന് പറയുന്നത് ഗുഡ് മോർണിംഗ്, ദ സൺറൈസിങ്, കാനനൈസേഷൻ, എ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ്, ദ ഫ്ലീ ഒക്കെയാണ്. നെക്സ്റ്റ് നമുക്ക് പോമിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. വാലഡിക്ഷൻ ഈ ഒരു പോമ പബ്ലിഷ് ചെയ്യുന്നത് പോയറ്റിൻ്റെ മരണശേഷം ആയതുകൊണ്ട് തന്നെ ഇത് കളക്ഷൻ സോങ്സിലും അതുപോലെ സോണറ്റ്സിലാണ് കാണപ്പെടുന്നത്. ഈ ഒരു പോമിൽ 9 സ്റ്റാൻസേഴ്സ് ആണ് വരുന്നത്. ഓരോ സ്റ്റാൻസയിലും 4 ലൈൻസ് ആണ് വരുന്നത്. റൈം സ്കീം എന്ന് പറയുന്നത് എ ബി ആണ്. ഡോണ് ഈ ഒരു പോമ എഴുതുന്നത് തൻ്റെ വൈഫായിട്ടുള്ള അന്ന മോറയ്ക്ക് വേണ്ടിയിട്ട് 6011 അല്ലെങ്കിൽ 6012 അദ്ദേഹം ഒരു ഫ്രാൻസിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നതിന് മുമ്പാണ്. പോയിട്ട് പറയുന്നുണ്ട്, അതായത് തൻ്റെ ആബ്സെൻസ്, കുറച്ച് വീക്സിലുള്ള തൻ്റെ ആബ്സെൻസ് ഒരിക്കലും ഒരു സെപ്പറേഷനായിട്ടോ അല്ലെങ്കിൽ ലാമെൻറ്റേഷനായിട്ടോ കാണരുതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വിർച്വസ് മെന്നെ ഡെത്തിനെ ഭയപ്പെടാത്തതുപോലെ തന്നെ ട്രൂ ലവേഴ്സ് ഒരിക്കലും സെപ്പറേഷനെ ഭയപ്പെടില്ല എന്നാണ് പറയുന്നത്. ഈ ഒരു പോമെന്ന് പറയുന്നത് തീം ഓഫ് ലവ്, അതുപോലെ ഡെത്ത്, സ്പിരിച്വാലിറ്റി അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. പോയറ്റ് ബിഗിൻ ചെയ്യുന്നത് ഇമേജ് ഓഫ് ഡെത്ത് പറഞ്ഞിട്ടാണ്. അതായത് വിർച്വസ് മെൻ ഒരിക്കലും ഡെത്തിനെ ഭയക്കില്ല, അവരത് ജെൻറ്റിലി മൂവ് ചെയ്യും. അതുപോലെ തന്നെ വേൾഡിൽ ഉള്ളൊരു ടേമാണ് ഈ ഒരു ഡെത്ത് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ഒരു വിർച്വസ് മെന്നെ അവരുടെ സോളിനോട് വിസ്പർ ചെയ്തിട്ട് പോവാൻ പറയും. ഈ ഒരു വിർച്വസ് മെന്ന് മരിച്ചു കിടക്കുന്ന സമയത്ത് തൻ്റെ ബെഡിന് ചുറ്റുമുള്ള സാഡ് ഫീലായി ഇരിക്കുന്ന ഫ്രണ്ട്സ് കുറച്ചു കാലം കൂടി ഈ ഒരു വേൾഡിൽ ജീവിക്കട്ടെ എന്നും ഒരിക്കലും അവരെ ഡെത്ത് അവർക്ക് വിഷ് ചെയ്യില്ല. നെക്സ്റ്റ് സ്റ്റാൻസയിൽ പോയിട്ട് പറയണം, അതായത് തൻ്റെ വൈഫിനോട് സൗണ്ട് ഉണ്ടാക്കാതെ തന്നെ നോക്കിക്കൊണ്ട് ഗുഡ് ബൈ പറയാൻ പറയുന്നുണ്ട്. അതുപോലെ ഗുഡ് ബൈ പറയുന്ന സമയത്ത് കണ്ണീര് കൊണ്ട്, വെള്ളപ്പൊക്കമോ നെടുവീർപ്പ് കൊണ്ട് കൊടുങ്കാറ്റം ഉണ്ടാക്കരുതെന്നും പറയുന്നുണ്ട്. അവരുടെ ലവ് എന്ന് പറയുന്നത് സാക്രഡ് ആണ്, അതായത് പവിത്രമായതാണ്. അത് കരഞ്ഞും വിലപിച്ചുകൊണ്ട് അതിൻ്റെ ആ ഒരു മഹത്വം ഇല്ലാതാക്കരുതെന്നാണ് പോയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ പോയിട്ട് പറയുന്നുണ്ട്, അതായത് ഓർഡിനറി ലവേഴ്സിന് പോലും ഈ ഒരു കാര്യങ്ങൾ അവരുടെ ലവിൻ്റെ ഇടയിൽ അറിഞ്ഞിരിക്കണം എന്നാണ് പോയിട്ട് പറയുന്നത്. ഈ ഒരു എർത്ത് കേക്കിൻ്റെ സമയത്ത് എർത്ത് നന്നായിട്ട് കുലുങ്ങും, അപ്പോൾ പല ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ആളുകൾ നന്നായിട്ട് ഭയക്കും. ആ ഒരു സമയത്ത് ജനങ്ങൾ മനസ്സിലാക്കും എന്തൊക്കെ ഡാമേജസ് ആണ് ഉണ്ടായിട്ടുള്ളതെന്ന്. പിന്നീട് പോയിട്ട് എർത്തിൻ്റെ കുലുക്കത്തെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ആകാശഗോളങ്ങളുടെ മൂവ്മെൻറ്റിനെയും കുറിച്ചിട്ട് അദ്ദേഹം താരതമ്യം ചെയ്യുന്നുണ്ട്. പോയിട്ട് പറയുന്നുണ്ട്, അതായത് ആകാശഗോളങ്ങളുടെ കുലുക്കം കുറച്ച് വലുതാണെങ്കിലും അത് കൂടുതൽ ഹാംഫുൾ ഒന്നുമല്ല, ആളുകളെ ഒരിക്കലും അത് ഭയപ്പെടുത്തില്ല എന്നാണ് പോയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഭയപ്പെടേണ്ടതില്ല എന്നും ഈ ഒരു ആകാശഗോളങ്ങളുടെ വിറയൽ പോലെ കുറച്ച് ഭയപ്പെടേണ്ടതുമാണെന്നാണ് പോയിട്ട് പറയുന്നത്. ഇതിൽ പറയുന്നുണ്ട്, അതായത് സ്റ്റുപ്പിഡ് എർത്തിലി ലവേഴ്സ് അവരൊരു യുണൈറ്റഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അവരുടെ സെൻസിൽ ലവിലുള്ള ഒബ്ജക്ട്സുകൾ എപ്പോഴും ആബ്സെൻസ് ആയിട്ടാണ് ഉണ്ടാവുന്നത്. ലവ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ എലമെൻറ്റിൻ്റെ ബേസിലാണ്. അവർക്ക് ലവ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ആയതുകൊണ്ട് തന്നെ അവർക്ക് സെപ്പറേഷൻ ആവുന്ന സമയത്ത് അവരുടെ ലവ് മങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ടെന്നാണ് പോയിട്ട് പറയുന്നത്. സബ്ലണറി ലവേഴ്സിന് പോലും പോയറ്റിൻ്റെയും തൻ്റെ ബിലവഡിൻ്റെയും ലവിൻ്റെ പ്യുവർനെസ് അവർക്ക് പോലും കംപ്ലീറ്റ്ലി മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ് പോയറ്റ് പറയുന്നത്. അതുപോലെ തന്നെ അവർക്കറിയാൻ അവരുടെ ലവ് ഒരിക്കലും ഫിസിക്കൽ സെൽഫിൻ്റെ ആബ്സെൻസ് കൊണ്ട്, അതായത് ഫിസിക്കൽ സെൽഫ്സ് ആയിട്ടുള്ള ഐസ്, ലിപ്സ്, ഹാൻഡ്സിൻ്റെ ആബ്സെൻസ് കൊണ്ട് ഡിമിനിഷായി പോയില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ട്. നെക്സ്റ്റ് സ്റ്റാൻസയിൽ പോയിട്ട് പറയുന്നത്, അവരുടെ സോൾ ഒന്നായതുകൊണ്ട് തന്നെ എത്ര വലിയ വേർപാട് സംഭവിച്ചു കഴിഞ്ഞാലും അവരുടെ ലവിൽ യാതൊരു ബ്രേക്കും വരില്ല എന്നാണ് പോയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ ലവ് എന്ന് പറയുന്നത് ഗോൾഡ് വികസിക്കുന്നത് പോലെ അവരുടെ ലവും കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോമിൽ മെയിനായിട്ട് പറയുന്നത്.